അടച്ചുറപ്പില്ലാത്തതും പൊളിഞ്ഞു വീഴാറായതുമായ ഒരു വീട്ടിൽ ദുരിത ജീവിതം നയിക്കുകയാണ് ഒരു അമ്മയും മകനും. പാണ്ടനാട് പ്രയാർ മാവിലേത്ത് വടക്കേതിൽ നിർമ്മലകുമാരിയും മകൻ വിനിലുമാണ് ദുരിതത്തിൽ കഴിയുന്നത്. ലൈവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഇതുവരെ ഒരു വീട് നിർമ്മിച്ച് നൽകാത്തതിനെ തുടർന്ന് വലിയ ബുദ്ധിമുട്ടിലാണ് ഈ നിർധന കുടുംബം ഇപ്പോൾ. ക്ഷീര കർഷകയായ നിർമ്മലകുമാരിയുടെ ഭർത്താവ് വിജയൻ പിള്ള 5 വർഷം മുമ്പാണ് മരിച്ചത്. ഉള്ള സമ്പാദ്യം എല്ലാം കൊണ്ട് മകളെ കെട്ടിച്ചയച്ചു. തിരുവല്ലയിലെ സ്വകാര്യ ബാങ്കിൽ നിന്ന് സെക്യൂരിറ്റി ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് മകൻ വിനിൽ കുടുംബം പുലർത്തുന്നത്. 2020 സെപ്റ്റംബറിൽ വീടിന് മുകളിൽ മരം വീണ് കൂടുതൽ ഭാഗം തകർന്നുപോയി. ഇത് ശരിയാക്കാനായി നിർമ്മലകുമാരി പശുക്കളെ വിറ്റു. ഈ തുക കൊണ്ടാണ് കുറച്ചു ഭാഗം അറ്റകുറ്റപ്പണി നടത്തിയത്. എന്നാൽ അടച്ചുറപ്പില്ലാത്ത വിധത്തിലാണ് ഈ വീട് ഇപ്പോഴുള്ളത്. നിലവിൽ വീടിന്റെ ഓടെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയെങ്കിലും അതും കാലപ്പഴക്കത്താൽ നശിച്ചു. വീടിനുള്ളിൽ കിടക്കാൻ കഴിയുന്ന ഒറ്റ മുറിയാണുള്ളത്. ഇവിടെയാണ് അമ്മയും മകനും കിടക്കുന്നത്. ഇഴജന്തുക്കളുടെ ശല്യവും വീടിനകത്ത് ഉണ്ടാകാറുണ്ട്. ശുചിമുറിയുടെ മുകൾ ഭാഗം പൊളിഞ്ഞ നിലയിലാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇനി പാചകം ചെയ്യാനായാലും കിടക്കാനായാലും എല്ലാം ഒരു മഴ പെയ്ത് എന്നാൽ ഈ വെള്ളം മൊത്തം അതിനകത്തിലാണ് വരുന്നത്. ഞാനും എൻ്റെ മോനും കൊച്ചും എല്ലാം കൂടെ കിടക്കുന്ന ഒരു റൂമിലാണ്. ഈ വെള്ളം കയറി മൊത്തം വെള്ളം അതിനകത്തിലോട്ടാണ് വരുന്നത്. പുതിയ വീടിനായി പഞ്ചായത്തിൽ അപേക്ഷ നൽകി അമ്മയും മകനും പലതവണ കയറിയിറങ്ങി. ഉദ്യോഗസ്ഥരോടും പഞ്ചായത്ത് അധികാരികളോടും നേരിട്ട് തന്നെ വിഷമതകൾ അറിയിച്ചു. സന്നദ്ധ സംഘടനകളുടെ സഹായം തേടിയെങ്കിലും ഒന്നും നടന്നില്ല. എത്രയും വേഗം വീട് നിർമ്മിച്ചു നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ഈ അമ്മയുടെയും മകന്റെയും അഭ്യർത്ഥന. 24 ചെങ്ങന്നൂർ.